ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ഫോൺ കോൾ വന്നു. ബോംബെ ക്രൈം ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പേരിൽ വന്ന ഒരു പാഴ്സലിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തി. അപ്പോൾ നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ലഹരി മാഫിയയുമായിട്ട് ബന്ധമൊന്നുമില്ല, ആരെങ്കിലും എൻ്റെ കള്ള പേര് ഉപയോഗിച്ചായിരിക്കും. നിങ്ങളുടെ ആധാർ നമ്പറും പാൻ നമ്പറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്കിതിൽ നിന്ന് ഒഴിയാൻ ഒക്കത്തില്ല. നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഉടനെ ബോംബെക്ക് വരണം. അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യമല്ല, എനിക്കിപ്പോൾ ബോംബെക്ക് വരാൻ നിവർത്തിയില്ല. അപ്പോൾ പറഞ്ഞു, ഇന്ന് നിങ്ങൾ നമ്മളുടെ സുപ്പീരിയർ ഓഫീസറുമായിട്ട് നേരിട്ട് സ്കൈപ്പിൽ സംസാരിക്കണം. അപ്പോൾ സുപ്പീരിയർ ഓഫീസർ വീഡിയോ കോളിൽ വരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട ഇൻസ്പെക്ടറെ പോലെ ഇൻസ്പെക്ടറുടെ വേഷമാണ്. കൂടാതെ അങ്ങനെ ബാഞ്ചൊക്കെ എടുത്ത് കാണിക്കുന്നു. പിന്നെ നിങ്ങളുടെ പേരിലുള്ള കുറ്റപത്രം ഞങ്ങൾ അയക്കുന്നതാണ്, അത് എടുത്ത് കാണിക്കുന്നു. അതിൽ ക്രൈം ബ്രാഞ്ചിൻ്റെ സീലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സീനിയർ ഓഫീസർ പറയുന്നു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അയക്കുക. നിങ്ങൾ എത്ര കോടി രൂപ ഈ ബിസിനസ് വഴി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ഇയാൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ശരി, ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ബാങ്ക് ഇതാണല്ലോ, അതിൽ ഇത്ര ലക്ഷം രൂപയല്ലേ ഉള്ളത്, അത് നിങ്ങൾ റിസർവ് ബാങ്കിന് അയക്കുക. റിസർവ് ബാങ്ക് അത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് അരമണിക്കൂറിന് തിരിച്ചയക്കും. അപ്പം ഇയാൾ ആപ്പാടെ പേടിച്ച് വരണ്ട്, ശരി, ഞാൻ നിങ്ങൾ പറയുന്നു എൻ്റെ സേവിങ്സ് മുഴുവൻ അയച്ചു തരാം, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു തന്നാൽ മതി. അപ്പോൾ അവരൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ അതൊരു പ്രൈവറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ റിസർവ് ബാങ്കിന് ചെക്ക് ചെയ്യാനായിട്ട് എന്തിനാണ് ഒരു പ്രൈവറ്റ് ബാങ്കിലേക്ക് ഞാൻ പണം അയക്കുന്നതെന്ന് ഇയാൾക്കൊരു സംശയം തോന്നി. അപ്പം എൻ്റെ സുഹൃത്തിന് കുറേ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംശയം തോന്നിയത്. അപ്പോൾ ഇയാൾക്ക് തിരുവനന്തപുരത്തെ ക്രൈം ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനെ പരിചയമുണ്ട്. ഇദ്ദേഹം ഉടനെ അയാളെ ഫോണിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതൊരു സ്കാമാണ്, ഇതുപോലെ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾ പൈസയൊന്നും അയക്കണ്ട. പിന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ കേരളത്തിലെ ഒരുപാട് പേരുടെ പണം ഇങ്ങനെ ഈ തട്ടിപ്പുകാർക്ക് അയച്ചു കൊടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചയക്കാമെന്ന് പറയുന്നത് ഇവർ കാത്തിരിക്കും, അരമണിക്കൂർ കാത്തിരിക്കും, ഒരു ദിവസം കാത്തിരിക്കും, 2 ദിവസം. ഇപ്പോൾ പണം തിരിച്ചയക്കാമെന്ന് പറഞ്ഞാൽ വരുന്നില്ല. അപ്പോഴാണ് നമ്മൾ തട്ടിപ്പിന് ഇരയായെന്നവർ മനസ്സിലാക്കുന്നത്. ഒരു പോലീസ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞ്, ഇനി എന്ത് ചെയ്യാനാണ്, ഈ അക്കൗണ്ടൊക്കെ അവർ തൽക്കാലം ഉണ്ടാക്കുന്നതാണ്, പൈസ കിട്ടിക്കഴിഞ്ഞ ഉടനെ അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പൈസ എടുത്തുകൊണ്ട് സ്ഥലം വിടും. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ ഉള്ളത് പോയി വീണാൻ ഞങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യരെ തട്ടിപ്പിന് ഇരയാകുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഭീഷണി കൊണ്ട്, ഇതിൽ ആളുകളുടെ ഭയമാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. ആളുകളെ പറഞ്ഞ് ഭയപ്പെടുത്തി ഇങ്ങനെ പണം കൈക്കലാക്കി. രണ്ടാമത്തെ തട്ടിപ്പ് മനുഷ്യരുടെ ദുരാഗ്രഹം മുതലെടുത്താണ്.
ഇതിൽ പണ്ട് ഉള്ള ഒരു ടെക്നിക്കാണ് ഈ നോട്ട് ഇരട്ടിപ്പ്. ഇത് കൂടുതലും സ്ത്രീകളാണ് ഈ ദുരാഗ്രഹം മുതലാക്കി ഉള്ള തട്ടിപ്പിന് പെട്ടെന്ന് ഇരയാകുന്നത്. 2-3 പേരെ നന്നായിട്ടൊക്കെ വേഷം കെട്ടി ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ഇരട്ടിപ്പിക്കാനുള്ള ഒരു വിദ്യയുണ്ട്, അത് വേണമെങ്കിൽ കാണിച്ചു തരാം. എന്നിട്ട് ഇവർ കൊണ്ടുവരുന്ന രൂപ ഇവർ അടവെച്ച് ഇരട്ടിയാക്കി കാണിച്ചു കൊടുക്കും. ഇനി എത്ര തന്നാലും ഞങ്ങൾ ഇരട്ടിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് പണം ഇരട്ടിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലുള്ള പണമെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് ബിരുദന്മാർ സ്ഥലം വിടും. ചിലർ പറയുന്നത് ഇത് കുറച്ച് സമയം എടുക്കും, ഒരുപാട് നോട്ടുകൾ ഉള്ളതുകൊണ്ട് ഇപ്പം നാളെ രാവിലെ കൊണ്ടുവരാം. പിന്നെ ഇവര് വിശ്വസിപ്പിക്കാൻ വേണ്ടി ആദ്യം കുറെ മാജിക് ട്രിക്കൊക്കെ കാണിച്ചെന്ന് വരും. ചിലപ്പോൾ ഒരു സാരി കൊണ്ടുവരാൻ പറയും. പിന്നെ ഇവരതിലൊക്കെ തുപ്പും. പിന്നെ ഒരു സ്വർണം വേണം. അപ്പോൾ ആദ്യം ഒരു ചെറിയ മാല കൊണ്ടുവരും. ഇതുപോലെ കുറച്ചുകൂടെ വലിയ ഒരു സ്വർണം വേണം. അപ്പോൾ വീട്ടിലുള്ള വലിയ മാല കൊണ്ടുവരുന്നു. അപ്പം അത് വെച്ച് ഇവർ കുറെ മാജിക് ട്രിക്കൊക്കെ കാണിക്കുന്നു. അവസാനം ഈ സാരിയും സ്വർണവും എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് അവർ പോകുന്നു. ഇത് ഇവിടക്കാക്കി തനിക്കാക്കുക എന്നൊരു ടെക്നിക്കുണ്ട്. ഇവരെ തുപ്പുകയൊക്കെ ചെയ്താൽ, ചവിട്ടുകയൊക്കെ ചെയ്താൽ പിന്നെ അത് തിരിച്ചു ചോദിക്കാൻ ഈ വീട്ടമ്മയ്ക്ക് തോന്നിയെന്ന് വരത്തില്ല. ഇത് പണ്ട് ധാരാളമായിട്ട് നടന്നിരുന്ന ഒരു ട്രിക്കാണ് ഈ നോട്ട് ഇരട്ടിപ്പിക്കൽ. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ വിചാരിക്കേണ്ടത് ഇവർക്ക് നോട്ട് ഇരട്ടിക്കാൻ അറിയാമെങ്കിൽ നമ്മളുടെ നോട്ട് എന്തിനാണ് ഇരട്ടിക്കുന്നത്? ഇവർ പറയുന്നത് 1000 രൂപ ഇരട്ടിച്ച് തന്നാൽ നിങ്ങൾക്ക് 10 രൂപ തന്നാൽ മതിയാണ്. അപ്പം നോട്ട് ഇരട്ടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് അവരുടെ കയ്യിലുള്ള പണം ഇരട്ടിച്ചങ്ങ് എടുത്താൽ മതിയല്ലോ. എന്തിനാണ് വീടുതോറും കയറി ഇറങ്ങി നോട്ട് ഇരട്ടിച്ച് കൊടുത്ത് പൈസ 10 രൂപ വാങ്ങിച്ചവർ പണം ഉണ്ടാക്കുന്നത് പോലും ആളുകൾ ചിന്തിക്കാറില്ല. പിന്നെ ഏറ്റവും വ്യാപകമായ മറ്റൊരു ടെക്നിക്കാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ ഒരു ബാങ്കിൽ 10% കൂടുതൽ പലിശ കിട്ടാറില്ല. അപ്പം ഇവര് ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് പറയും ഞങ്ങൾ 20% പലിശ തരാം, അല്ലെങ്കിൽ 30% പലിശ തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും 50%, 100% പലിശ തരാം. അപ്പോൾ ആളുകൾ വിചാരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ചെറിയ എമൗണ്ട് ഇടുന്നു, അത് ഇവർ പറയുന്ന പലിശ കിട്ടുന്നു. അപ്പോൾ ഇവർ അടുത്തുള്ളവരോടും എല്ലാവരോടും പറയുന്നു. അപ്പോൾ എല്ലാവരും പൈസ കൊണ്ടിടുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ പലിശ എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മുതൽ തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ മുതലെങ്കിൽ തിരിച്ചു തരും. അപ്പോൾ ഇങ്ങനെ ഇവരാളുകളുടെ വിശ്വാസം നേടിയെടുക്കുന്നു. അപ്പൊ ഇവര് ആദ്യം വാങ്ങിക്കുന്ന ആളുകൾക്ക് മുതലും പലിശയും തിരിച്ചു കൊടുക്കുന്നത് പിന്നെ മറ്റാളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഉണ്ടാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവര് തന്നെ കൂടുതൽ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അപ്പം പുതുതായിട്ട് കിട്ടുന്ന ആളുകൾ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇവർ ആദ്യമുള്ളവർക്ക് പറഞ്ഞ പലിശയും കൊടുക്കും, മുതലും തിരിച്ചു കൊടുക്കും. ഇങ്ങനെ ഇവര് വളരെ വളരെ ഫേമസ് ആണ്. അപ്പൊ കുറച്ച് ബുദ്ധിയുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം പലിശ തരാനായിട്ടുള്ള വരവുള്ളത്? അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ സൂത്രം പറയും. ഞങ്ങൾ ലോട്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ലോട്ടറിയിൽ കിട്ടുന്ന നിങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടും. ലോട്ടറി ഇങ്ങനെ കിട്ടുന്ന പ്രൈസൊക്കെ കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇത്രയധികം പലിശ തരുന്നത്. ലോട്ടറിയിൽ ഒരിക്കലും മൊത്തം ലാഭം ഉണ്ടാകത്തില്ല.
കാരണം ലോട്ടറി വലിയ ലാഭത്തിൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരാൾ ലോട്ടറിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നോക്കത്തില്ല, നഷ്ടമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ ആളുകൾ വിശ്വസിക്കും. ഈ അടുത്ത കാലത്ത് ഒരു ബാങ്ക് മാനേജർ ആയിരുന്ന ഒരാൾ എന്നോട് ഒന്ന് പറയുകയാണ്, ഇങ്ങനെ ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവർ 80% പലിശ തരും, സാറിൻ്റെ കയ്യിൽ ക്യാഷ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ബാങ്കറല്ലേ, ഈ ഇത്രയധികം പലിശ തരാനായിട്ടുള്ള പണം അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അപ്പം ഇദ്ദേഹം പറയുകയാണ്, അവർ ലോട്ടറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ആ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന പ്രൈസൊക്കെ ഉപയോഗിച്ചാണ് നമുക്ക് ഇത്ര അധികം പലിശ തരുന്നത്. അപ്പോൾ ലോട്ടറി ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപാട് പണം നമുക്ക് ലാഭം കിട്ടുമെന്നാണ് ഇദ്ദേഹം പോലും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ദുരാഗ്രഹം തലയിൽ കയറി കഴിഞ്ഞാൽ എന്ത് വിട്ടിത്വവും വിശ്വസിക്കാൻ തയ്യാറാകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. പിന്നെ ഈ സാധാരണ മനുഷ്യർക്ക് ഈ എത്ര അധികം പേർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോഴാണ് ഒരാൾക്ക് പൈസ കിട്ടുന്നത് എന്നുള്ളത് ഊഹിക്കാനുള്ള കഴിവില്ല. അവർ വിചാരിക്കുന്നത് ഒരുപാട് ടിക്കറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കൽ പ്രൈസ് കിട്ടുമെന്നാണ്. ഒരു ബംഗാളി തൊഴിലാളി ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പോൾ അയാളുടെ അന്നത്തെ ചെലവ് കഴിഞ്ഞുള്ള ബാക്കിയുള്ള പൈസയ്ക്കെല്ലാം ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണ്. ഒരു ദിവസം തന്നെ 5ഉം 10ഉം ടിക്കറ്റാണ് ഇയാൾ എടുക്കുന്നത്. അപ്പൊ ഇയാളുടെ വിചാരം ഇങ്ങനെ ഒരാഴ്ച എടുത്താൽ അല്ലെങ്കിൽ ഒരു മാസം എടുത്താൽ ഇയാൾക്ക് തീർച്ചയായിട്ടും ലോട്ടറി അടിക്കുമെന്നാണ്. കാരണം എത്ര അധികം പേരാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് എന്നുള്ളത് ഊഹിക്കാൻ അയാൾക്ക് കഴിവില്ല. അപ്പൊ അയാളെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവനും ഇങ്ങനെ ലോട്ടറിക്ക് വേണ്ടി കളയാണ്. പിന്നെ ഈ നാഗമാണിക്യം, ധനാകർഷണ യന്ത്രം, ഇങ്ങനെ ഒരുപാട് തരം തട്ടിപ്പുകളുണ്ട്. ഈ ധനാകർഷണം യന്ത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ആള് വളരെ ദാരിദ്ര്യത്തിലാണ് എന്നുള്ളതൊന്നും ഇവരുടെ തലയിൽ കയറത്തില്ല. പിന്നെ ഈ നാഗമാണിക്യം, ഈ പാമ്പിൻ്റെ തലയിൽ ഒരു മാണിക്യമുണ്ട്, അത് അവിടെ തിരുപ്പുണ്ട്, അതിന് ഇത്ര ലക്ഷം രൂപ വിലയാണ്. അത് വീട്ടിൽ വെച്ചാൽ പിന്നെ ഭയങ്കര ഐശ്വര്യമാണ്, ഇങ്ങനെ പണം വന്ന് കയറും. അപ്പൊ ഈ പാമ്പിന്റെ തലയിൽ എങ്ങനെയാണ് മാണിക്യം വരുന്നത് എന്നൊന്നും അത് ചിന്തിക്കാറില്ല. മാണിക്യം എന്ന് പറയുന്നത് എന്താണ്? പിന്നെ നിധി എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്, അതെടുക്കണമെങ്കിൽ കുറേ ചിലവുണ്ട്, അതിന് ആദ്യം കുറേ പൂജയൊക്കെ ചെയ്യണം, ആ പൂജയ്ക്ക് ഇത്ര രൂപ വേണ്ടി വരും, പിന്നെ അതിന് ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം, അതിന് ഇത്ര രൂപ വേണ്ടി വരും. അങ്ങനെ ഇവരുടെ ഇന്ന് കണക്കില്ലാതെ പണം വാങ്ങിക്കും. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്റർനെറ്റൊക്കെ ഇറങ്ങിയതിന് ശേഷം പുതിയ തരം തട്ടിപ്പുകളുണ്ട്. ആഫ്രിക്കയിലെ ഒരു രാജാവ് അയാളുടെ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലോട്ടറി കിട്ടി, പക്ഷെ അത് നിങ്ങൾക്ക് തരണമെങ്കിൽ കുറച്ച് ചിലവുണ്ട്, അതിന് ഇത്ര രൂപ അയക്കുക. അപ്പം ആദ്യം ഒരു ചെറിയ എമൗണ്ട് പറയും, അത് ഇയാൾ അയക്കുന്നു. അത് കഴിഞ്ഞ് പറയും ഈ പണം ഇങ്ങോട്ട് എടുക്കണ്ടേ, നിങ്ങളുടെ പേരിലായി കഴിഞ്ഞു, ആ പണം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഇത്ര രൂപ കൂടെ അയക്കണം, അതും അയക്കുന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചാൽ മതി, അതിന് കുറച്ച് കമ്മീഷനുണ്ട്, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയതല്ലേ നിങ്ങൾക്ക് വേണ്ടി, അതിന് ഇത്രയും രൂപ കൂടെ അയക്കണം. ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം അടിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ പേരിൽ നമുക്കൊരു ഇമെയിൽ വരും,
അപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ ആണ്. എൻ്റെ പണമെല്ലാം ആരോ തട്ടിക്കൊണ്ടുപോയി, മോഷ്ടിക്കപ്പെട്ടു. എനിക്ക് തിരിച്ചു വരാൻ പൈസയൊന്നുമില്ല, എനിക്ക് ഇത്ര ലക്ഷം രൂപ ഉടനെ അയക്കണം, ഞാൻ വന്ന ഉടനെ തിരിച്ചു തരാം. അപ്പം അയാളുടെ ഇമെയിൽ ID-യിലാണ് വരുന്നത്. അതെങ്ങനെ ഹാക്ക് ചെയ്ത് അയാളുടെ ഇമെയിൽ ID ഒക്കെ എടുത്തിട്ടാണ് അയക്കുന്നത്. ഇത് വാസ്തവമാണെന്നും പറഞ്ഞ് നമ്മൾ പണം അയക്കുന്നു. അവസാനം സുഹൃത്തിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അയാൾ ഇവിടെ തന്നെ ഉണ്ട്, അയാളൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് തട്ടിപ്പിന് ആളുകൾ വിധേയരാകുന്നുണ്ട്. അപ്പം അടിസ്ഥാനപരമായിട്ട് ഭയവും ദുരാഗ്രഹവുമാണ് ഈ തട്ടിപ്പിന് എല്ലാം ആളുകൾ ഇരയാകുന്നതിൻ്റെ കാരണം വികാരം ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വിവേചന ശക്തി നഷ്ടപ്പെടുന്നു, നമ്മുടെ ബുദ്ധി പിന്നെ വർക്ക് ചെയ്യില്ല. നമ്മൾ ഈ വികാരത്തിൻ്റെ പിടിയിലായിരിക്കാം, ആയിപ്പോയെന്ന് വരാം. അത് ഭയമാകാം, അത് അതിൽ കിടന്ന ആഗ്രഹമാകാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഒരു തട്ടിപ്പ് നിങ്ങളുടെ നേർക്ക് വരുമ്പോൾ നിങ്ങളുടെ വിവേചന ബുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതൊരു തട്ടിപ്പാണോ അല്ലയോ എന്ന് വേണ്ട രീതിയിൽ ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും പ്രവർത്തിക്കാൻ. പിന്നെ നിങ്ങൾ ഈ തട്ടിപ്പിനിരയാൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് പേർ ഇങ്ങനെയുള്ള കളിപ്പിന് ഇരയാകുന്നുണ്ട്. ഈ സ്കാം, ഈ ക്രൈം ബ്രാഞ്ചിൻ്റെ പേരിലുള്ള ഈ സ്കാം എത്രയോ നാളായിട്ട് നടക്കുന്നു. നമ്മുടെ ക്രൈം ബ്രാഞ്ചിന് എന്തുകൊണ്ട് അത് പിടിക്കാൻ സാധിക്കുന്നില്ല? അവരുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഈ തട്ടിപ്പിന് ഇരയാകുന്നവർ വേണ്ട ഡീറ്റെയിൽസ് ഒന്നും വേണ്ട സമയത്ത് കൊടുക്കാത്തത് തന്നെയാണ്. കാരണം ഈ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ തട്ടിപ്പ് നടത്തിയവർ അതിൻ്റെ രേഖകളൊക്കെ നശിപ്പിച്ചിരിക്കും. നിലനിർത്തി തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോലീസിന് ഈ കുറ്റവാളികളെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞെന്ന് വരും. അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം.